നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വരുമാനം കൂട്ടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. അപ്പോ എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല ഈ റീഡിംഗ്. ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും അതിനനുസരിച്ച് നിങ്ങൾ ഇതിൽ കാണുന്ന പോലെയുള്ള ഡ്രാസ്റ്റിക് ആക്ഷൻ ഒന്നും നിങ്ങൾ എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പൊ കുറച്ച് കാർഡുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടെ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ 100% അതിനകത്ത് ഇടാൻ നോക്കുക. എന്നാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരിയായിട്ടുള്ള പ്രോഫിറ്റുകൾ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോ നമ്മള് ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ ആവശ്യമുള്ള അത്രയും ആത്മാർത്ഥതയോടെ അല്ല നമ്മൾ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഗുണം കിട്ടുമെങ്കിലും അതിന്റെ പെർഫെക്റ്റ് ആയ ഗുണം കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഗുണം കിട്ടാതിരിക്കുന്നത് നിങ്ങൾ 100% നിങ്ങളുടെ എന്താ പറയാ പ്രവൃത്തി അതിനകത്ത് ഇൻവെസ്റ്റഡ് അല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോ ബിസിനസ്സിലും എല്ലാം പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറവ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കൂടുതൽ. അങ്ങനെ വരുമ്പോഴും എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പം 1 കോടി ടേൺ ഓവർ വേണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. അതിനനുസരിച്ച് ഇൻപുട്ട് വേണം. എന്നാലും മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾക്ക് 100% അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധി ദൈവം കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. പിന്നെയുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിനുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കുറെ നാളായിട്ട് കിട്ടാതിരുന്നത് അത് കിട്ടി തുടങ്ങും ഇനി എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ എനർജീസിൽ കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യമില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ഭർത്താവ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരാളുടെ സപ്പോർട്ട് വേണം, അതിന് ഇവര് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു കാര്യം. അങ്ങനെയുള്ള ഇപ്പൊ നമ്മളെ വീട്ടിലുള്ളവർ നമ്മളെ തള്ളി പറയുന്നു, അവർക്ക് നമ്മളുടെ പുരോഗതി